Then, so let's see what's his opinion on drama. Drama also, like poetry, hold up a faithful mirror of manners and life for him, and it should present human sentiments in human language. So, drama like poetry, അദ്ദേഹം പറയുന്നത് ഒരു മിററാണ്. ഓക്കെ, ഫെയ്ത്ത്ഫുൾ മിറർ ഓഫ് മാനേഴ്സ് ആൻഡ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മിററാണ് കവിതയെ പോലെ തന്നെ നാടകം എന്ന് അദ്ദേഹം പറയുന്നു. ഇമിറ്റേഷൻ ഓഫ് ലൈഫാണ്. ആൻഡ് അദ്ദേഹം പറയുന്നത് പ്ലേ അല്ലെങ്കിൽ ഡ്രാമ ഷുഡ് റെപ്രസെൻറ്റ് ഹ്യൂമൻ സെൻറ്റിമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യണം അത് ഹ്യൂമൻ ലാംഗ്വേജിൽ. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഹിം ദ വാല്യൂ ഓഫ് എവറി സ്റ്റോറി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ബീങ് ട്രൂ. A great play is not a story of a few men in one particular age, but through them of all men in all ages. The actions, thoughts, passions it depicts are in widest commonality spread. So Shakespeare is great for this reason. So ഒരു സാധനം ട്രൂ ആയിരിക്കണം നാടകം. അതുപോലെ ഒരു നാടകത്തിൽ നിങ്ങൾ പറയുന്ന ഒരു കഥ ഇറ്റ് ഷുഡ് നോട്ട് ബി ദ സ്റ്റോറി ഓഫ് എ ഫ്യൂ മെൻ ഇൻ വൺ പെർട്ടിക്കുലർ ഏജ്. ഒരു ഏജിലുള്ള കുറച്ച് ആളുകളുടെ കഥ മാത്രം, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കരുത് പ്ലേ. ഓക്കെ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ കുറിച്ച് മാത്രം ആകരുത് കവിത. നിങ്ങൾ അവരെക്കുറിച്ചായിരിക്കാം, കവിതയല്ല പ്ലേ, അവരെക്കുറിച്ചായിരിക്കാം നിങ്ങൾ നാടകം എഴുതുന്നത്. ഒരു പെർട്ടിക്കുലർ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ കുറിച്ചായിരിക്കാം നാടകം എഴുതുന്നത്. പക്ഷേ അവർ ഈ മൊത്തത്തിലുള്ള ഹ്യൂമാനിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആളുകളായിരിക്കണം. അപ്പം എല്ലാ ആളുകൾക്കും എല്ലാ കാലഘട്ടത്തും ഇതിന് റെലവൻസ് ഉണ്ടാവേണ്ടതുണ്ട്. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എ പ്ലേ ഈസ് നോട്ട് എ സ്റ്റോറി ഓഫ് എ ഫ്യൂ മെൻ ഇൻ വൺ പെർട്ടിക്കുലർ ഏജ്, ബട്ട് ത്രൂ ദം, ഈ ഒരു ക്യാരക്ടേഴ്സിലൂടെ ഓഫ് ആൾ മെൻ ഇൻ ഓൾ ഏജസ്, എല്ലാ കാലഘട്ടത്തിലും എല്ലാ ആളുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ക്യാരക്ടേഴ്സ്. അണ്ടർസ്റ്റാൻഡ്? അപ്പം അത്തരത്തിലുള്ള നാടകങ്ങൾ എല്ലാ കാലഘട്ടത്തും പ്രാധാന്യമുള്ള നാടകങ്ങളെയാണ് നമ്മൾ നല്ല നാടകങ്ങളെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് മിൽട്ടനെ സംബന്ധിച്ചിടത്തോളം ഷേക്സ്പിയർ വാസ് എ ഗ്രേറ്റ് റൈറ്റർ. ഓക്കെ, ആൻഡ് ബിക്കോസ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിന് എല്ലാ കാലഘട്ടത്തും പ്രാധാന്യം ഉണ്ടെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ഓക്കെ, ഷേക്സ്പിയറിനെ കുറിച്ച് ഒരുപാട് പഠിച്ച ഒരു ക്രിട്ടിക്കാണ് ജോൺസൺ. ദെൻ ഡ്രാമ ഓഫൻ ഡീൽസ് വിത്ത് ലാർജർ തീംസ് ആൻഡ് ഇഷ്യൂസ് ദാറ്റ് ആർ റെലവൻറ്റ് ടു സൊസൈറ്റി, such as power, justice, love, and morality. By examining these issues through the lens of individual characters and their interactions with each other, drama can provide insights into the human condition that are relevant to all of us. അപ്പോൾ നേരത്തെ മേലെ പറഞ്ഞ പോയിന്റിൻ്റെ ഒരു എക്സ്പാൻഷനാണ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ്. സോ നാടകങ്ങളിൽ നമുക്ക് അല്ലേ യൂഷ്വലി ഇറ്റ് ഡീൽസ് വിത്ത് ലാർജർ തീംസ് ആൻഡ് ഇഷ്യൂസ്. അത് നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ലൈക്ക് പവർ, ജസ്റ്റിസ്, ലവ് ആൻഡ് മൊറാലിറ്റി. അപ്പോൾ ഇത് ബൈ എക്സാമിനിങ് ദീസ് ഇഷ്യൂസ് ത്രൂ ദ ലെൻസ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ്, ചില ഈ പ്രശ്നങ്ങളെയൊക്കെ ഈ പവർ ആണെങ്കിലും ജസ്റ്റിസ് ആണെങ്കിലും മൊറാലിറ്റി ആണെങ്കിലും ഇതിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിലൂടെ ആയിരിക്കാം, കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ലെൻസിലൂടെ ആയിരിക്കാം നമ്മൾ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണമല്ലോ. ആ രീതിയിലാണ് സമയത്ത് എന്താണ് നമുക്കത് ഇറ്റ് വിൽ ബി റെലവൻറ്റ് ടു ആൾ ഓഫ് അസ് ദ പ്ലേ. ഓക്കെ, നാടകത്തിൻ്റെ കാര്യം പറയുന്ന സമയത്തിൻ്റെ അദ്ദേഹം ഈ നാടകത്തിൽ നമുക്കറിയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 3 യൂണിറ്റി. നമ്മളിതിൻ്റെ മുന്നത്തെ ലെസണിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് 3 യൂണിറ്റി. അപ്പോൾ ആ യൂണിറ്റിയെ കുറിച്ചിട്ട് എന്താണ് ജോൺസൺ പറയാനുള്ളത് നോക്കാം. Among the unities, Johnson found only the unity of action relevant. It unifies the events in the plot into an inseparable whole. He thought the unities of time and place are unnecessary. So, അദ്ദേഹം ഈ 3 യൂണിറ്റിയിൽ ഈ യൂണിറ്റി ഓഫ് ആക്ഷൻ ഓക്കെ കുഴപ്പമില്ല, റെലവൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് ഒരു നാടകത്തിൻ്റെ ആ ഒരു മൊത്തത്തിലൊരു കംപ്ലീറ്റ്നെസ്സിനെയൊക്കെ അത് സഹായിക്കും. ഓക്കെ, എന്നാൽ ഈ യൂണിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസ് ഇതൊക്കെ നിർബന്ധമായിട്ട് ഒരു നാടകത്തിൽ വേണം എന്നുള്ള പറയുന്ന ആളുകളെയൊന്നും ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഇതിൻ്റെ ആവശ്യമില്ല, ദിസ് ഈസ് അൺനെസസറി എന്നാണ് ജോൺസൺ പറയുന്നത്. സോ ജോൺസൺ ഡിനൈസ് ദ നോഷൻ ദാറ്റ് ഫിക്ഷൻ വുഡ് ലൂസ് ഇറ്റ്സ് പവർ വെൻ ഇറ്റ് ഡിപ്പാർട്സ് ഫ്രം ദി resemblance of reality. The argument was like this: a spectator sees the first act happening in Alexandria
if the next act is happening in Rome, how can the spectator reach Rome? So this was the worry of the advocates of the unity of place. Johnson exposes the hollowness of this argument. He says that even when the spectator sees the first act in Alexandria, he does not imagine that he is in Alexandria. His mind can travel from Alexandria to Rome in a fraction of a second. So ഇവരിങ്ങനെ ഈ യൂണിറ്റി ഓഫ് ടൈം അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് പ്ലേസ് ഇതിനെയൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്ന, ഇത് നിർബന്ധമാണെന്ന് പറയുന്ന ആളുകൾ അവർ ചുമ്മാ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ജോൺസൺ പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇത്തരത്തിൽ അത്രമാത്രം റിയൽ ആവണം എന്നൊന്നുമില്ല നാടകം. ഓക്കെ, അങ്ങനെ ആകുന്ന സമയത്ത് എന്താ പറയുക, ഈ ഒരു വർക്കിൻ്റെ നാടകത്തിൻ്റെ പവർ നഷ്ടപ്പെടും, ഇറ്റ് വിൽ ലൂസ് ഇറ്റ്സ് പവർ എന്നൊക്കെ പറയുന്ന ആളുകൾ വെറുതെ പറയുന്നതാണെന്നാണ് ജോൺസൺ പറയുന്നത്. അവർ പറയുന്ന ആർഗ്യുമെൻ്റ് എന്താണ്? ഇപ്പോൾ ഒരാൾ ഒരു നാടകം കാണുന്നു, അതിൻ്റെ ആദ്യത്തെ സീൻ നടക്കുന്നത്, ഫസ്റ്റ് സീൻ ഈസ് ഹാപ്പനിങ് ആൻ അലക്സാൻഡ്രിയ ഫോർ എക്സാമ്പിൾ, ആൻഡ് അടുത്ത സീൻ റോമിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എങ്ങനെ ഈ സ്പെക്ടേറ്റേഴ്സിന് ഈ അലക്സാൻഡ്രിയയിൽ നിന്നും റോമിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ എത്താൻ പറ്റും ഈ കാണുന്ന ആൾക്കാർക്ക് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ് നിർബന്ധമാണ് എന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയും. അപ്പോൾ അതിന് ജോൺസൺ കൊടുക്കുന്നവർക്കുണ്ട് ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. കാരണം അദ്ദേഹം പറയുന്നത് സ്പെക്ടേറ്റേഴ്സിന് വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ആക്ട് റോമിൽ നടക്കുന്നല്ല, അല്ല അലക്സാണ്ട്രിയ നടക്കുന്നു, സെക്കൻഡ് അത് പിന്നെ റോമിലേക്ക് പോകുന്നു. ഈ സ്പെക്ടേറ്റേഴ്സിന് ഈസി ആയിട്ട് അവർ ഫിസിക്കലി പോകണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് നീഡഡ്. ഓക്കെ, ഈ സ്പെക്ടേറ്റേഴ്സിൻ്റെ ദെയർ മൈൻഡ് ക്യാൻ ട്രാവൽ ഫ്രം അലക്സാൻഡ്രിയ ടു റോം ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. അവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അലക്സാൻഡ്രിയയിൽ നിന്ന് റോമിലെത്താൻ പറ്റും. മെൻ്റലി അവർക്ക് പോയാൽ മതി. ഇത് ഈസിയാണ്, അത്ര വലിയ പ്രയാസമുള്ളതായിരുന്നില്ല. അവർക്ക് ഓൾറെഡി അറിയാം അവരൊരു നാടകം കാണുകയാണെന്നൊക്കെ അവർക്ക് അറിയാം. അവർ ഒരു വില്ലിങ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് വെച്ചിട്ടാണ് ഇതിന് നാടകത്തെ കാണുന്നത്. നമ്മൾ നാടകമാണ് കാണുന്നത് തൽക്കാലത്തേക്ക് മറന്നിട്ട് കാണുന്ന സാധനം. സ്വാഭാവികമായിട്ടും അവർക്കറിയാം ഇതല്ലെങ്കിൽ അവരതിൻ്റെ കേപ്പബിളാണ് ഇങ്ങനെ മൂവ് ചെയ്യാൻ. ഓക്കെ, ദെൻ എ മൈൻഡ് വില്ലിങ് ടു വാണ്ടർ ലൈക്ക് ദാറ്റ് വിൽ നോട്ട് കൗണ്ട് ദ ക്ലോക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പിന്നെ ക്ലോക്കും കൗണ്ട് ചെയ്യണമെന്നില്ല. ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നടക്കുന്നത് മാത്രമേ നാടകത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അതാണ് യൂണിറ്റി ഓഫ് ടൈം. അപ്പോൾ അതിനെയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളെ മൈൻഡ് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സമയത്തെയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കൊരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തേക്കൊക്കെ ട്രാവൽ ചെയ്യാം മെൻ്റലി, ഇറ്റ്സ് പോസിബിൾ. സോ a thing could happen now, another at one time, maybe a week, a month or a year later. ഇതൊക്കെ ആളുകൾക്ക് പോസിബിൾ ആണെന്നുള്ള. The stage thus can be a dining room in one scene and a playing field in another. This way Johnson argues against the unities of place and time. അപ്പോൾ യൂണിറ്റീസ് ഓഫ് പ്ലേസിനെയും ടൈമിനെയും ഇദ്ദേഹം നന്നായിട്ട് എതിർക്കുന്നുണ്ട് അല്ലേ. ഒരു സീനിൽ ഒരു ഡൈനിങ് റൂം പെട്ടെന്ന് എന്താ ഒരു പ്ലേ ഫീൽഡൊക്കെ ആകാം. ഇതൊക്കെ ആളുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ആക്ഷൻ ഇന്ന് നടക്കുന്നതായിട്ട് കാണിച്ചു, അടുത്ത ആക്ഷൻ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നടക്കുന്നതായിട്ടായിരിക്കും തൊട്ടടുത്ത സീനിൽ വരുന്നത്. ഇതൊക്കെ ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണെന്നാണ് ജോൺസൺ പറയുന്നത്. So the spectators are always in their senses and know from the first act to the last the stage is only a stage and the players are only players. ഇതൊക്കെ ആളുകൾക്ക് അറിയാം. ഓക്കെ, they are only suspending their disbelief. ഇതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ആ ഒരു വിശ്വാസമില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് എല്ലാം കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നാടകം കാണുമ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസമില്ലായ്മയെ നമ്മൾ തൽക്കാലം സസ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് നാടകം കാണുന്നത്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നാടകത്തിൽ കാണുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് നാടകം ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ ഒരു ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞ സാധനത്തിന് തൽക്കാലം മാറ്റിയേക്കണം. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, തൽക്കാലത്തേക്ക് വിശ്വസിക്കണം. ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് എൻജോയിങ് ദ പ്ലേ. Understand? Then Johnson says that the evils we see on stage are not real evils, but they are evils to which we too might be exposed. The delight of tragedy comes from the fact that it is fiction. If we thought the murders and treasons are real, they would not fit anymore. Imitations remind of realities. Then പിന്നെ ചില ആളുകൾ നാടകത്തിലൊക്കെ ഭയങ്കര ഈവിളായിട്ടുള്ള എലമെൻറ്റുകളുണ്ട്, ഇക്കാരണം കൊണ്ട് നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പ്യൂരിറ്റൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അതിനെ എതിർക്കുന്നത് ഏത് രീതിയിലാണ്? നാടകത്തിലുള്ള ഈവിൾസ് എന്താണ്? ദേ ആർ നോട്ട് റിയൽ ഈവിൾസ്, അതൊരു ഫിക്ഷൻ അല്ലേ.
മാത്രമല്ല ഇത്തരം ഈവിൾസിലേക്ക് ഒരു പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവാം. ഇത്തരം സിറ്റുവേഷനിലൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയുന്നത്, മുൻകൂട്ടി അറിയുന്നത് നല്ലതല്ലേ? സോ ദ ഡിലൈറ്റ് ഓഫ് ട്രാജഡി കംസ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ഈസ് ഫിക്ഷൻ. ഇപ്പം നാടകമൊക്കെ കാണുന്ന സമയത്ത് അതിൽ ഡിലൈറ്റ് കിട്ടുന്നു. അതിനകത്ത് നിങ്ങൾ കുറേ ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, കുറേ ഫൈറ്റുകൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടും. ഇത് കാണുമ്പോൾ അതൊരു ഫിക്ഷൻ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ സന്തോഷം കിട്ടുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇതൊന്നും റിയൽ അല്ലല്ലോ. റിയൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വെറുതെ വറീഡ് ആവേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. സോ ദീസ് കൈൻഡ്സ് ഓഫ് ഇമിറ്റേഷൻസ് റിമൈൻഡ് ഓഫ് റിയാലിറ്റീസ്. നമ്മൾ യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാനും ഒക്കെ നമ്മളെ ബോധവാന്മാരാക്കാനൊക്കെ ഇത്തരം നാടകങ്ങൾ സഹായിക്കും. അപ്പോൾ ഇതിനകത്ത് ഈവിൾ സീൻ, ഫൈറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നാടകത്തെ എതിർക്കേണ്ട കാര്യമില്ല. അങ്ങനെ എതിർത്ത ആളുകളുണ്ടായിരുന്നു, അവർക്ക് കൊടുത്ത മറുപടിയാണിത്. Then Johnson thinks that the pleasure we get from a drama comes from the natural human pleasure in imitation. It is true both for tragedy and comedy. So ഈ ഒരു നാടകം കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ എന്ന് പറയുന്നത് ഒരു ഇമിറ്റേഷൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, അതാണ്. അത് ട്രാജഡി ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ. So nobody has explained why tragedy pleases people more than comedy. Even now it is a puzzle for psychologists. പിന്നെ അദ്ദേഹം ജോൺസൺ പറയുന്നത് ട്രാജഡി കുറച്ചും കൂടി സെൻറ്റിമെൻ്റലാണ് അല്ലേ, ആളുകളെയൊക്കെ കരയിപ്പിക്കുന്ന സാധനമാണ്. പക്ഷേ ഇത്തരം ട്രാജഡി കാണുന്നതാണ് ആളുകൾക്ക് ഇഷ്ടം. അതാണ് ആളുകൾ മൊത്തത്തിൽ ഓവറോൾ ആളുകൾ സന്തോഷിപ്പിക്കുന്നത്, പ്ലീസ് ചെയ്യുന്നത് ട്രാജഡി കാണുന്നത്. അത് എന്തുകൊണ്ടെന്ന് ജോൺസൺ തന്നെ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ പസിൽ ആൻഡ് ഈവൻ ടുഡേ ഫോർ സൈക്കോളജിസ്റ്റ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ദെൻ വി ഷുഡ് ഫോക്കസ് ഓൺ വാട്ട്സ് ഹിസ് ഒപ്പീനിയൻ ഓൺ ട്രാജികോമഡി. ട്രാജികോമഡിയും അന്ന് ഒരു വിവാദപരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പല ആൾക്കാരും ട്രാജികോമഡിയെ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ട്രാജികോമഡി വാസ് കണ്ടംൻഡ് ബൈ ദ ക്രിറ്റിക്സ് ഫോർ മിക്സിംഗ് പ്ലെഷർ ആൻഡ് പെയിൻ. ഈ കാരണം കൊണ്ടാണ് പല ആൾക്കാരെയും മിക്സിംഗ് ഓഫ് പ്ലെഷർ ആൻഡ് പെയിൻ പല ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് പല ആൾക്കാർ ഇതിനെ എതിർത്ത്. ജോൺസൺ എന്താ പറയുന്നത്? ജോൺസൺ സേസ് ദർ ആർ ഗ്രൗണ്ട്സ് ടു ജസ്റ്റിഫൈ ഇറ്റ്. ഓക്കെ, ഇത് അവരൊരു പറയുന്നതിൽ ഒരു പരിധി വരെയൊക്കെ ശരിയുണ്ടെന്ന് ജോൺസൺ സമ്മതിക്കുന്നുണ്ട്. ദെൻ പ്ലെഷർ ആൻഡ് പെയിൻ ഇൻ എ പ്ലേ പ്ലീസസ് ബൈ ഇറ്റ്സ് വെറൈറ്റി. ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് എ മിക്സർ ഓഫ് പെയിൻ ആൻഡ് പ്ലെഷർ എന്ന് പറയും. മിക്സർ ആൻഡ് പെയിൻ അല്ല, മിക്സർ ഓഫ് പെയിൻ ആൻഡ് പ്ലെഷർ. ഇപ്പം ലൈഫിൻ്റെ ഒരു സാധനമാണല്ലോ, പെയിനും പ്ലെഷറും രണ്ടും ഉണ്ട്. അതുകൊണ്ട് ഇതിനെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ജോൺസൺ പറയുന്നത്. ഓക്കെ, ആൻഡ് ലൈഫിൽ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ വരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. Then it is true that mixing of pain and pleasure interrupts the progression of passion and may affect the power to move. But such interruptions could be useful to some people because different people react differently. അപ്പോൾ പല ആൾക്കാരും ഇതിനെതിർത്തത് എന്ത് പറഞ്ഞിട്ടാണ്, രണ്ടും മിക്സ് ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മളെ മൈൻഡ് ഒരു പ്രത്യേക ഡിറക്ഷനിൽ ഇങ്ങനെ പോകുന്നിടത്ത് പെട്ടെന്ന് ബ്രേക്കായിട്ട് വേറെ ഡിറക്ഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ നാടകം കണ്ടിട്ട് നമ്മളെ അതിൽ മുഴുകി കംപ്ലീറ്റായിട്ട് അതിനകത്ത് ഇൻവോൾവ്ഡ് ആകുന്ന, ചിലപ്പം അതിൽ നിന്നൊരു പക്ഷേ ഈ പെട്ടെന്ന് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പം അതിനകത്ത് പെട്ടെന്ന് ഒരു കോമിക്കായിട്ടുള്ളൊരു എലമെൻറ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒരു പക്ഷേ കൈ വിട്ടുപോയേക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹം പല ആൾക്കാരും അത് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നു ഓക്കെ, അത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. പക്ഷേ ഇത് ചില ആളുകൾക്ക് ഇത് ഭയങ്കര, ആളുകൾ ഡിഫറെൻ്റ് ആണ്, ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടേക്കാന്നുള്ളതാണ്. ബട്ട് സച്ച് ഇൻ്ററപ്ഷൻസ് കുഡ് ബി യൂസ്ഫുൾ ടു സം പീപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈവൻ ഷേക്സ്പിയർ മിങ്കിൾഡ് ഗുഡ് ആൻഡ് ഈവിൾ, joy and sorrow with endless variety of proportion and different modes of combination. പല രീതിയിലും പല കോമ്പിനേഷനിലും പല പ്രപ്പോർഷനിലും ഷേക്സ്പിയർ ഒക്കെ ഈ സാധനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ആൻഡ് ഈവിൾ, ജോയ് ആൻഡ് സോറോ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് ഓക്കെ, പീപ്പിൾ ക്യാൻ ആക്സെപ്റ്റ്, അറ്റ്ലീസ്റ്റ് സം പീപ്പിൾ വിൽ ലൈക്ക് ഇറ്റ് എന്നാണ് പറയുന്നത് അദ്ദേഹം. ഇതൻ മിൽട്ടൺ ഷേക്സ്പിയറെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഷേക്സ്പിയറെ കുറിച്ചിട്ട് അദ്ദേഹം ഷേക്സ്പിയറിൻ്റെ എന്താ പറയുക, നാടകങ്ങളെല്ലാം കമ്പൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എഡിഷൻ തന്നെ ഇറക്കിയിട്ടുണ്ട്. ജോൺസൺസ് എഡിഷൻ ഓഫ് ഷേക്സ്പിയർ വളരെ പോപ്പുലറാണ്. ഇറ്റ് അപ്പിയർഡ് ഇൻ 8 വോള്യൂംസ് ഇൻ 1765. സോ ഷേക്സ്പിയറെ കുറിച്ച് അഗാധമായി പഠിച്ച ഒരു ക്രിട്ടിക്കാണ് ജോൺസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഷേക്സ്പിയറെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സോ ഇദ്ദേഹം ഈ ഷേക്സ്പിയറിൻ്റെ വോള്യൂം ഒരു എഡിഷൻ, ജോൺസൺ എഡിഷൻ ഓഫ് ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു ബുക്ക് വരുന്നത്
1765 8 വോളിയൂംസ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇൻ ദിസ് ബുക്ക് ജോൺസൺ എഡിറ്റഡ് ആൻഡ് അനോട്ടേറ്റഡ് ദ ടെക്സ്റ്റ് ആൻഡ് റോട്ട് എ പ്രിഫേസ് വിച്ച് ഈസ് ഹിസ് ഗ്രേറ്റ് വർക്ക് ഓഫ് ലിറ്റററി ക്രിറ്റിസം. ഓക്കെ, അദ്ദേഹം ഇതിനൊരു പ്രിഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്കിന്. അതിനകത്ത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കവിതയെക്കുറിച്ചിട്ടും നാടകങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അദ്ദേഹം അതിനകത്തുള്ള പല കോട്ടേഷൻസിനും എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഷേക്സ്പിയറിൻ്റെ. ദെൻ ഇനി നോക്കൂ, ഷേക്സ്പിയറിനെ കുറിച്ച് എന്താണ് ഇയാൾക്ക് പറയാനുള്ളത്. ഷേക്സ്പിയർ വാസ് അക്യൂസ്ഡ് ഓഫ് നോട്ട് അദറിങ് ടു ദി നിയോ ക്ലാസിക്കൽ ഐഡിയ ഓഫ് ഡ്രമാറ്റിക് യൂണിറ്റീസ് ഓഫ് ടൈം, ലൊക്കേഷൻ ആൻഡ് ആക്ഷൻ വിച്ച് ഹി ഡിഫെൻഡഡ്. അപ്പോൾ അദ്ദേഹം ഷേക്സ്പിയറിനെ ഡിഫെൻഡ് ചെയ്തിരുന്നു. ഷേക്സ്പിയറെ പല ആളുകളും ഷേക്സ്പിയറെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇദ്ദേഹം ഈ ഒരു യൂണിറ്റി എന്ന് പറയുന്ന സാധനം പ്രധാനമായിട്ടും പല ആൾക്കാരും പ്രാധാന്യത്തോടു കൂടി നോക്കിക്കണ്ടിരുന്ന 3 യൂണിറ്റീസ് ഉണ്ട്. ഈ ദാറ്റ് ഈസ് യൂണിറ്റീസ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ, അല്ലെങ്കിൽ പ്ലേസോ അല്ലെങ്കിൽ ലൊക്കേഷനോ. അപ്പോൾ ഇത് ഷേക്സ്പിയർ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് പല ആൾക്കാരും ഷേക്സ്പിയറിനെ ഗ്രേറ്റ് റൈറ്ററായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇയാൾ ആ യൂണിറ്റി ഫോളോ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ മോശമാവുന്നില്ല എന്നാണ് ജോൺസൺ പറയുന്നത്. അപ്പോൾ ഇയാളെ ഷേക്സ്പിയറെ ഡിഫെൻഡ് ചെയ്യുന്നു ജോൺസൺ. അദ്ദേഹം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ടൈമും പ്ലേസൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. Then since the audience does not think stage action to be reality, it has no trouble with a shift in scene from Rome to Alexandria. He also questioned the need for purity in dramatic genre. Johnson says that Shakespeare merits praise because he is a poet of nature, the poet that holds up to his readers a faithful mirror of manners and of life. ആളുകൾക്ക് ട്രാവൽ ചെയ്യാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് മെൻ്റലി ട്രാവൽ ചെയ്യാനൊരു കുഴപ്പമില്ല. അതുകൊണ്ട് യൂണിറ്റി ഓഫ് പ്ലേസിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഷേക്സ്പിയർ ബ്യൂട്ടിഫുൾ ആവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ട്രൂ ലൈഫിനെയാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെ അദ്ദേഹം ഡെപ്പിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എ ഫെയ്ത്ത്ഫുൾ മിറർ ഓഫ് മാനേഴ്സ് ആൻഡ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. സോ ഹീ ഈസ് എ ഗ്രേറ്റ് റൈറ്റർ ഫോർ ജോൺസൺ. ആൻഡ് ഹി ഫർദർ സേസ് ദാറ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് അതർ പോയിറ്റ്സ് എ ക്യാരക്ടർ ഈസ് ഓഫൺ ആൻ ഇൻഡിവിജ്വൽ, ബട്ട് ഇൻ ദ ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ വി സീ നോട്ട് ജസ്റ്റ് വൺ മാൻ ബട്ട് എ സ്പീഷീസ്. ഓക്കെ, മറ്റുള്ള റൈറ്റേഴ്സിൻ്റെ അദ്ദേഹം എപ്പോഴും ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുന്ന ആളാണ് ജോൺസൺ. ഒരു റൈറ്റർ അനലൈസ് ചെയ്ത് മറ്റൊരു റൈറ്ററായിട്ടൊക്കെ കമ്പയർ ചെയ്യും. സോ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ജോൺസൺ മനസ്സിലാക്കിയത് മറ്റുള്ള റൈറ്റേഴ്സൊക്കെ പലപ്പോഴും ഒരു ക്യാരക്ടർ കൊണ്ടുവരുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ആയിരിക്കാം. ഓക്കെ, ഈ ക്യാരക്ടർ ഈസ് ഓഫൺ ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ മറ്റുള്ള മൊത്തം ഹ്യൂമാനിറ്റിയെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടർ അല്ല. പക്ഷേ ഷേക്സ്പിയറുടെ ക്യാരക്ടർ അങ്ങനെയല്ല, ഒരു ഇൻഡിവിജ്വൽ അല്ല ആക്ച്വലി, ബട്ട് എ സ്പീഷീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഷേക്സ്പിയർസ് ക്യാരക്ടേഴ്സ് ആർ എ മിക്സർ ഓഫ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്. ഫോർ എക്സാമ്പിൾ, എ കിങ് മേ ഡ്രിങ്ക് ആൻഡ് എ സെനറ്റർ മൈറ്റ് ഫൂൾ അറൗണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഷേക്സ്പിയറിൻ്റെ ക്യാരക്ടേഴ്സ്. ഒരു കിങ് പിന്നെ മദ്യപിക്കുന്നതായിട്ടും മദ്യപിച്ച് ലക്ക് കെട്ട് നടക്കുന്നതായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കാം. ഇത് മറ്റുള്ള ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെയാണോ അത് അതേപോലെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ജോൺസൺ ഈസ് ദ ഫസ്റ്റ് അമംഗ് ദി ഗ്രേറ്റ് ഷേക്സ്പിയർ ക്രിറ്റിക്സ് ടു സ്ട്രെസ് ദി പ്ലേ റൈറ്റ് സൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ. യഥാർത്ഥ ഹ്യൂമൻ നേച്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ ഷേക്സ്പിയർ വിജയിച്ചു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട് ജോൺസൺ എന്നുള്ളതാണ്. ഓക്കെ, Johnson's focus on character analysis, which was a departure from the earlier emphasis on analyzing the formal aspects of literature such as structure and language. This particular analysis, ഈ ക്യാരക്ടർ അനാലിസിസ് എന്ന് പറയുന്ന സാധനം ശരിക്ക് പോപ്പുലർ ആക്കുന്നത് ജോൺസണാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു അനാലിസിസ്, ഒരു വർക്ക് നിങ്ങൾ അനലൈസ് ചെയ്യുന്ന രീതി, വർക്കിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫോർമൽ ഫീച്ചേഴ്സ്, അതാണ് അതിൻ്റെ സ്ട്രക്ചർ, ലാംഗ്വേജ്, ഇതിനൊക്കെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്നാൽ ഈ ഒരു ജോൺസന്റെ വരവോട് കൂടിയിട്ട് ഒരു ക്യാരക്ടർ അനാലിസിസിന് ഇമ്പോർട്ടൻറ്റ് ലഭിക്കുന്നു. സോ ജോൺസന്റെ ഒരു ക്യാരക്ടർ അനാലിസിസ് ഇനീഷ്യേറ്റഡ് എ ക്രിട്ടിക്കൽ ട്രെൻഡ്, അങ്ങനെ വായിക്കാം. ക്യാരക്ടർ അനാലിസിസ് ഇനീഷ്യേറ്റഡ് എ ക്രിട്ടിക്കൽ ട്രെൻഡ് ദാറ്റ് വുഡ് ലീഡ് ടു ദ വർക്ക്സ് ഓഫ് ഗ്രേറ്റ് ക്രിറ്റിക്സ് ലൈക്ക് സാമുവൽ ടൈലർ കോളറിഡ്ജ്, ചാൾസ് ലാംബ് ആൻഡ് എ.സി. ബ്രാഡ്ലി. ഇതിൻ്റെ ജോൺസണിന് ശേഷം വന്ന ക്രിറ്റിക്സുകളൊക്കെ അവർക്കൊക്കെ ഒരു മോഡലാകുന്ന രീതിയിലായിരുന്നു ജോൺസന്റെ ഈ ഒരു അനാലിസിസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വർക്ക് അനലൈസ് ചെയ്യുമ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നൊരു രീതി ജോൺസൺ ആണ് തുടങ്ങി വെക്കുന്നത് എന്നുള്ളതാണ്. The significance of the preface to Shakespeare goes beyond its contribution to Shakespearean scholarship. It was he
ഹു സ്റ്റാർട്ടഡ് കമ്പാരേറ്റീവ് ക്രിറ്റിസം. അപ്പം ഇദ്ദേഹം ഞാൻ പറഞ്ഞു ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ അദ്ദേഹം ഒരു കമ്പൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഷേക്സ്പിയറിൻ്റെ ഒരു എഡിഷൻ അദ്ദേഹം ഇറക്കുന്നുണ്ട്, റൈറ്റ്. 1765 നമ്മളത് പറഞ്ഞു. അപ്പോൾ അതിന് അദ്ദേഹം എഴുതിയ പ്രിഫേസ് വളരെ പോപ്പുലറാണ്. ആ ഒരു പ്രിഫേസ് വായിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഷേക്സ്പിയറിനെ കുറിച്ചുള്ള ഒരു സ്കോളർഷിപ്പ്, ഒരുപാട് നോളജ് കിട്ടുന്നതിൽ നമ്മൾ എല്ലാവരെയും അത് സഹായിച്ചിട്ടുണ്ട് ആ ഒരു പ്രിഫേസ്. അതിനപ്പുറത്തേക്ക് ഒരു കമ്പാരേറ്റീവ് ക്രിറ്റിസം എന്ന് പറയുന്ന ഒരു പുതിയ സാധനം തുടക്കമിടാനും ആ ഒരു പ്രിഫേസ് സാധിച്ചു എന്നുള്ളതാണ്. ഒരു നിങ്ങളൊരു വർക്ക് അനലൈസ് ചെയ്യുമ്പോൾ അതിനെ മറ്റു വർക്കുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കാനും, ഒരു ഓതർ അനലൈസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള സിമിലർ ആയിട്ടുള്ള റൈറ്റേഴ്സിനെയൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആ രീതിയിലൊരു കമ്പാരേറ്റീവ് ക്രിറ്റിസം തുടക്കം കുറിച്ചു. അതിനൊരു കാരണമായിട്ടുണ്ട് ഈ ഒരു പ്രിഫേസ് എന്നുള്ളത് പറയുന്നത്, ഷേക്സ്പിയർ, പ്രിഫേസ് ടു ഷേക്സ്പിയർ. Then his systematic attempt to evaluate Shakespeare against other writers became a model. He also showed that good criticism can come only when there is a good scholarship. അപ്പം ഇദ്ദേഹം ഷേക്സ്പിയറിനൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഷേക്സ്പിയറിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള റൈറ്റേഴ്സിനെയൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. സോ ഇതുകൊണ്ടാണ് നമ്മളിതിനെ കമ്പാരേറ്റീവ് ക്രിറ്റിസം എന്നുള്ളത്. അപ്പോൾ അത് തുടക്കം കൊടുക്കുന്നത് ജോൺസൺ ആണെന്ന് പറയാം. ഓക്കെ. ആൻഡ് പിന്നെ ഒരു ക്രിട്ടിക്സിന് നല്ല സ്കോളർഷിപ്പ് വേണമെന്നാണ് ജോൺസന്റെ വിശ്വാസം. ഒരു റൈറ്ററെ വ്യക്തമായി പഠിച്ചതിന് ശേഷം ആയിരിക്കണം നമ്മൾ അയാളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് മീൻസ് അയാളെ കുറിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അയാളെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് എ ക്രിട്ടിക് ഷുഡ് മേക്ക് തെറോ റിസർച്ചസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഹാസ് ബീൻ ബോറോവ്ഡ് ആൻഡ് വാട്ട് ഹാസ് ബീൻ ഇൻവെൻറ്റഡ് ബൈ എ റൈറ്റർ ആൻഡ് ഹൗ ഹി ഡിഫേഴ്സ് ഫ്രം അതേഴ്സ്. അപ്പം ഒരു റൈറ്റർ നല്ല റിസർച്ച് നടത്തണം, നല്ല ഐഡിയ ഉണ്ടാവണം. നിങ്ങൾ ഒരു വർക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു വർക്കിലുള്ള അതിൻ്റെ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം മറ്റുള്ള ആളുകളിൽ നിന്നും അദ്ദേഹം ബോറോ ചെയ്തത്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹം സ്വന്തമായിട്ട് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം അതിനകത്തുണ്ട്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് വേണം പിന്നെന്താ പറയുക, അയാളെ കുറിച്ചിട്ട് നമ്മളൊരു അഭിപ്രായം പറയാൻ, ഒരു ജഡ്ജ്മെൻറ്റ് നടത്താൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്രിട്ടിക്ക് നല്ല ഒരു സ്കോളർ ആവേണ്ടതുണ്ട് എന്നുള്ളതാണ് ജോൺസന്റെ അഭിപ്രായം. സോ ദെൻ ബയോഗ്രഫിക്കൽ ക്രിറ്റിസം ഒരു പുതിയ സാധനം ജോൺസൺ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സാധനമാണ്. ജോൺസന്റെ അപ്രോച്ച് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണെന്ന് നമ്മൾ പറഞ്ഞു, റൈറ്റ്. ഓതറുടെ ഈ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ അയാൾ ജീവിച്ച കാലഘട്ടത്തെയൊക്കെ പഠിച്ചിട്ട് അതും അയാളുടെ അയാളുടെ എഴുത്തുകളും തമ്മിലുള്ള ആ ഒരു കണക്ഷനൊക്കെ നോക്കിക്കൊണ്ട് നമ്മളത് നടത്തുന്ന ഒരു വായനയാണ് ആ ഒരു ഹിസ്റ്റോറിക് ക്രിറ്റിസം എന്നും അല്ലെങ്കിൽ ഹിസ്റ്റോറിക് അപ്രോച്ച് ഓഫ് അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക് അപ്രോച്ച് നമ്മൾ റീഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു അപ്രോച്ച്, ഹിസ്റ്റോറിക് അപ്രോച്ച് എന്നതിനെ പറയും. പിന്നെ അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒരു കമ്പാരേറ്റീവ് ക്രിറ്റിസം നടത്തി എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. പിന്നെ ഒരു ബയോഗ്രഫിക്കൽ ക്രിറ്റിസം കൂടെ അദ്ദേഹം നടത്തുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. സോ എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരുപാട് റൈറ്റേഴ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കാലഘട്ടത്തെക്കുറിച്ചിട്ട് പിന്നെ അവർ മറ്റുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് കമ്പയർ ചെയ്തിട്ടൊക്കെ പല ആളുകളുടെയും ബയോഗ്രഫിയെക്കുറിച്ച് ഡീപ്പായിട്ട് ജോൺസൺ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ജോൺസൺ വാസ് ദി ഫസ്റ്റ് ഇംഗ്ലീഷ് ക്രിട്ടിക് ടു അണ്ടർടേക്ക് എ സിസ്റ്റമാറ്റിക് വർക്ക് ഇൻ വിച്ച് ദ ഓതേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ് വെർ ജഡ്ജ്ഡ്. അപ്പോൾ ഓതറുടെ ബയോഗ്രഫി വ്യക്തമായി പഠിച്ചുകൊണ്ട് അവരുടെ വർക്കിനെ അനലൈസ് ചെയ്ത ഒരു ആളാണ് ഇദ്ദേഹം. ഒരു ബയോഗ്രഫിക്കൽ ക്രിട്ടിക് എന്നതുകൊണ്ടാണ് നമ്മൾ ഇയാളെ വിളിക്കുന്നത്. ഓക്കെ. ചുമ്മാ ആ ഒരു വർക്കിൻ്റെ കോണ്ടെക്സ്റ്റ് മാത്രമല്ല, വ്യക്തമായി അദ്ദേഹം ഓരോ ഓതറുടെയും ബയോഗ്രഫി ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എങ്ങനെ വരുന്നത്, ലൈവ്സ് ഓഫ് ദി പോയറ്റ്സ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ്. ദെൻ അതിനകത്ത് അദ്ദേഹം ഒരു 1779 കേട്ടോ അത് പബ്ലിഷ് ചെയ്യുന്നത്, ദി ലൈവ്സ് ഓഫ് ദി പോയറ്റ്സ്. 52 പോയറ്റ്സ്, ഒരു 100 വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു 52ഓളം പോയറ്റ്സിനെ കുറിച്ച് അദ്ദേഹം ആ ഒരു ബുക്ക് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. 52. അപ്പം വ്യക്തമായിട്ട് അവരുടെ ബയോഗ്രഫി അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ്. അതിനകത്ത് ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, ഫ്രം കൗളി ടു ഗ്രേ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട്. സോ ഇറ്റ്സ് എ ബുക്ക് ഓഫ് ക്രിറ്റിസം ആസ് വെൽ ആസ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് പോയട്രി. In it, Johnson exhibits his power to show the characteristics, qualities of each poet. Each poetൻ്റെ ക്വാളിറ്റീസ് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. സോ ഈ ഒരു ഉത്തരം ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മളൊരു ബയോഗ്രഫിക്കൽ ക്രിറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ. സോ ദ ബെസ്റ്റ് റിട്ടൺ ഓഫ് ദീസ് ലൈവ്സ് ആർ ദോസ് ഓഫ് അബ്രഹാം കൗലി, ജോൺ മിൽട്ടൺ, ജോൺ ഡ്രൈഡൻ, ജോസഫ് എഡിസൺ ആൻഡ് അലക്സാണ്ടർ പോപ്പ്.
അതിനകത്ത് അബ്രഹാം കോളി, അതുപോലെ മിൽട്ടൺ, അതുപോലെ ജോൺ ഡ്രൈഡൻ, ജോസഫ് എഡിസൺ, അലക്സാണ്ടർ ഇവരെ കുറിച്ചുള്ള ബയോഗ്രഫി കുറച്ചും കൂടി 6 ബുക്കിനകത്ത് ഏറ്റവും പോപ്പുലറായി നിൽക്കുന്നതാണ്. കുറച്ചും നന്നായി എഴുതിയത് ഇവരുടേതൊക്കെയാണ്. So his biography of Cowley is remarkable for its definition of the metaphysical school of poets, which began with Donne and ended with Cowley. ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് നമുക്കറിയാം, ഡണ്ണിനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ കുറിച്ചിട്ട് ആദ്യമായിട്ടൊരു ഒരു എക്സ്പ്ലനേഷൻ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഉണ്ട്, അതാരൊക്കെയാണെന്നൊക്കെ പറയുന്നതും അവരെ കുറിച്ചിട്ട് ഒരു കമൻറ്റ് പറയുന്നതൊക്കെ ജോൺസൺ ആദ്യമായിട്ട് ഈ ഒരു ലൈഫ്സ് ഓഫ് ദ ലൈഫ്സ് ഓഫ് പോയിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിനകത്താണ്. അതിൽ തന്നെ അബ്രഹാം കൗളിയുടെ ബയോഗ്രഫി പറയുന്ന സമയത്ത്, കൗളി അനലൈസ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം അത് പറയുന്നത് കേട്ടോ. അദ്ദേഹം മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പ്രൈസ് ചെയ്യുന്നതല്ല ചെയ്യുന്നത്. അവരിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇവർ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ആണ് കുറച്ച് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെ പറയുന്നു. അവരുടെ എഴുത്തിലുള്ള ചില പ്രശ്നങ്ങളെയൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ ഫേമസ് ആക്കുന്നത് T.S. എലിയറ്റാണ് പിന്നീട് വരുന്നത്. Johnson was not happy with the poetry they wrote, means the metaphysical writers wrote, but he shows its characteristics. He says that their attempts were analytic and they broke every image into fragments. They threw away their wit upon false conceits, but sometimes they found unexpected truth. ചില സമയത്ത് അവരുടെ കവിതകളിൽ ചില ട്രൂത്തൊക്കെ ഉണ്ടായിരുന്നു, ശരി തന്നെയാണ്. ബട്ട് അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവരെ അമിതമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇമേജിനെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കുന്നു, എങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നു എന്ന ഒരു അഭിപ്രായമാണ് ജോൺസൺ ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ ഈ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന കവിതയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇതിനകത്ത് അറിയാം അവരുപയോഗിക്കുന്ന ഒരു വൈൽഡ് കമ്പാരിസൺ, ഓക്കെ, കൺസീറ്റ് എന്നാണല്ലോ അതിന് പറയുക, കോമ്പസ് കൊണ്ടൊക്കെ കമ്പയർ ചെയ്യുന്നത്. ഇത് വൈൽഡ് കമ്പാരിസൺ ആണ്. അവരുടെ ഈ യുക്തി, അവരുടെ ഈ വിറ്റിനെ, അവരുടെ ഈ നോളജിനോ സാധനത്തിനൊക്കെ ഇങ്ങനെ വെറുതെ ചുമ്മാ അനാവശ്യമായിട്ടുള്ള കൺസീറ്റ് ഉണ്ടാക്കാനൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല, ഇത് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് ജോൺസണിൻ്റെത്. ഓക്കെ, പക്ഷെ എല്ലാവർക്കും അഭിപ്രായം ഇല്ല. ഓക്കെ, ജോൺസൻ്റെ അഭിപ്രായം എന്നുള്ളത് മനസ്സിലാക്കണം. So he sums up the grandeur of Milton by saying that he had the power of displaying the vast, illuminating the splendid, enforcing the awful, darkening the gloomy, and aggravating the dreadful. ഇത് അദ്ദേഹം മിൽട്ടനെ കുറിച്ച് പറഞ്ഞതാണ്. മിൽട്ടനെ കുറിച്ച് ചില സ്ഥലത്ത് മോശമാക്കി പറയുന്നുണ്ട്, എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ലിസിഡസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഓവറോൾ മിൽട്ടൺ അദ്ദേഹം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, നന്നാക്കി പറയുന്ന സ്ഥലമുണ്ട്. ഇതിനകത്ത് മിൽട്ടനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഹി ഹാഡ് ദ പവർ ഓഫ് ഡിസ്പ്ലേയിങ് ദ വാസ്റ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമായിരുന്നു. സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള കാര്യത്തെ ഒന്നും കൂടി ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമായിരുന്നു. ഗ്ലൂമി ആയിട്ടുള്ള കാര്യത്തെ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആക്കി ഒന്നും കൂടി അതിനെ ഡാർക്കൻ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മിൽട്ടനെ കുറിച്ചിട്ട് കുറച്ച് നല്ല കാര്യം പറയുന്നുണ്ട്, മോശം പറയുന്നുണ്ട് മനസ്സിലാക്കാം. Then Dryden കുറിച്ച് പറഞ്ഞു. Dryden as a poet taught men to think naturally and express forcibly. അപ്പോൾ ഡ്രൈഡനെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഡ്രൈഡൻ്റെ കവിതയെ കുറിച്ചിട്ട് മിൽട്ടൺ പറയുന്നത് ഓക്കെ, അദ്ദേഹം നല്ലൊരു കവിയെ തന്നെയായിരുന്നു. ഹി വാസ് എ ഗുഡ് പോയറ്റ്. കാരണം ആളുകളിലുള്ള നേച്ചുറലായിട്ടുള്ള കുറേ സാധനങ്ങൾ, വളരെ പ്യുവറായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഡ്രൈഡൻ എന്നാണ് ഇയാളുടെ അഭിപ്രായം. ടു തിങ്ക് നാച്ചുറലി, ഓവറായിട്ട് ഒരു കാര്യത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ, അതാണ് അവിടെ തിങ്ക് നാച്ചുറലി. അത് അദ്ദേഹം പഠിപ്പിച്ചു എന്ന് പറയുന്നത് കാര്യങ്ങൾ ലളിതമായിട്ട്, എന്നാൽ അദ്ദേഹത്തിന് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യം അദ്ദേഹം ഫോഴ്സിബിളി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ലളിതമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരു രീതി ആളുകളെ പഠിപ്പിച്ചത് ഡ്രൈഡനാണ്. അത് ഡ്രൈഡൻ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ക്വാളിറ്റിയാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു ക്രിട്ടിക് എന്നുള്ള രീതിയിലോ, ആസ് എ ക്രിട്ടിക് ഹി ടോട്ട് പീപ്പിൾ ടു ഡിറ്റർമൈൻ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് മേക്ക് എ കമ്പോസിഷൻ മെറിറ്റോറിയസ്. ഒരു ക്രിട്ടിക് എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്തായിരിക്കണം, ഒരു റൈറ്റിംഗ് നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം എലമെൻറ്റുകൾ, ഒരു സക്സസ്ഫുൾ റൈറ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം എലമെൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ, എന്തെല്ലാം പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആളുകളെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താലാണ് നല്ലൊരു റൈറ്റർ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് ഡ്രൈഡനെ കുറിച്ച് ജോൺസൺ പറയുന്നതാണ്. ദെൻ അഡിസനെ കുറിച്ച് എന്താ പറയുക? അഡിസൺസ് ചീഫ് ടൈറ്റിൽ ടു ഫെയിം ഈസ് ദാറ്റ് ഈസ് എ ഡിസ്ക്രൈബർ ഓഫ് ലൈഫ് ആൻഡ് മാനേഴ്സ്. അഡിസൺ നല്ലൊരു എസ്സേയിസ്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഹി വാസ് എ ഗുഡ് ഡിസ്ക്രൈബർ ഓഫ് ലൈഫ് ആൻഡ് മാനേഴ്സ്. ഹീസ് എ ടീച്ചർ ഓഫ് വിസ്ഡം റാദർ ദാൻ എ പോയിറ്റ് ഓർ എ ക്രിട്ടിക്.
Okay, his prose is the model of the middle style, one familiar but not coarse, and elegant but not ostentatious. സോ അദ്ദേഹം നല്ലൊരു എസ്സൈസ്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ എഡിസൺ അദ്ദേഹം ജോൺസൺ പ്രൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഒരു മിഡിൽ സ്റ്റൈലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പറ്റ സിമ്പിളും അല്ല, പറ്റ ടഫും അല്ല എന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ദെൻ പോപ്പ് അല്ലേ, പോപ്പിനെ കുറിച്ച് എന്താണ്? പോപ്പ് ഹാഡ് ഇൻ പ്രപ്പോർഷൻസ് ആൾ ദി ക്വാളിറ്റീസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ജീനിയസ്. പോപ്പ് നല്ല റൈറ്റർ ആയിരുന്നു എന്ന് സിമ്പിളായിട്ട് അദ്ദേഹം പറയുന്നു. Anyway, then in short, Johnson had his likes and dislikes, but even when he is most prejudiced, as in his attacks on Milton's Lycidas, there is some merits in his criticism. ഒരു ഓവറോൾ ഈ ഒരു വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ജോൺസന്റെ ക്രിറ്റിസിസത്തെ കുറിച്ച് ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ ലാസ്റ്റ് സെൻറ്റൻസ്. കാരണം ജോൺസന്റെ ഈ ഒരു ക്രിറ്റിസിസത്തിൽ അദ്ദേഹത്തിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ കാണാൻ പറ്റും. എസ്പെഷ്യലി മിൽട്ടൻ്റെ കാര്യം, ലിസിഡാസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് പ്രിജുഡൈസ്ഡ് ആയിരുന്നു, ഒരു മുൻവിധിയോട് കൂടി സംസാരിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിൽ പോലും ജോൺസൻ്റെ ക്രിറ്റിസിസത്തിൽ ഒരുപാട് മെറിറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് Samuel Johnson. So thank you for watching. Bye.